Hello guys, welcome back to my channel. Hi guys, അപ്പോൾ ഇന്നൊരു എക്സൈറ്റിംഗ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഗൈസ് അങ്ങനെ കുറേ നാളിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ വർക്കിൻ്റെ കുറച്ച് ഇതൊക്കെ അതുകൊണ്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഗൈസ് അപ്പോൾ ഇനി മാക്സിമം ഞാൻ ഇതേപോലെ എല്ലാ ആഴ്ചയും വീഡിയോ ഇടാൻ നോക്കും. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് സ്പെഷ്യലി ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ വന്നപ്പോൾ എനിക്കിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്തൊക്കെയാണ് ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് യൂളു സജസ്റ്റ് ചെയ്തത്. യൂളു അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ യൂളു നോക്കിയപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഈ ഒരു യൂളു യൂസ് ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ വീഡിയോസ് അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് അധികം വീഡിയോസൊന്നും കിട്ടിയില്ല ഇതിനെ ബേസ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ഫസ്റ്റ് ടൈം ഒരു യൂളു യൂസ് ചെയ്യുന്ന ഒരാളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എക്സ്പെഷ്യലി ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത്, കാരണം യൂളു യൂസ് ചെയ്യുന്നവർ ഇവിടെ എക്സ്പെഷ്യലി ഇവരുടെ സർവീസ് ഹൈദരാബാദ് ആൻഡ് ബാംഗ്ലൂരാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എക്സ്പെഷ്യലി ചെയ്യുന്നത് ഒരു എന്താ പറയുക ഫസ്റ്റ് ടൈം ഒരു യൂളു യൂസ് ചെയ്യുന്ന ഒരാളിന് വേണ്ടിയിട്ടാണ്, ഇൻഫർമേഷൻ ആവുമെന്ന് വിചാരിച്ചു. ഗൈസ് അതുകൊണ്ട് ഇപ്പോൾ യൂളു യൂസ് ചെയ്ത് പരിചയമുള്ളതാണെങ്കിൽ ഈ വീഡിയോ കാണണമെന്നൊരു വലിയ ഇതില്ല. പക്ഷേ ഫസ്റ്റ് ടൈമാണ് യൂളു യൂസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് യൂളുവിനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും കണ്ടിരിക്കണം, കാരണം നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ ഇവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ പോയി ലൈക്ക് ചെയ്യുക, താഴെ പോയി നല്ല കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്കറിയാൻ പറ്റും, എനിക്കിനി നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബൈ. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ഫോണിലേക്ക് യൂളു ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് സ്റ്റോറിൽ കിട്ടും. നിങ്ങൾ എടുത്തിട്ട് യൂളു ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഇതാണ് ഇൻ്റർഫേസ്. അതിനുശേഷം നിങ്ങൾ ഇവിടെ താഴെ അൺലോക്ക് ഉണ്ടോ, അൺലോക്കിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും എമൗണ്ട് ആഡ് ചെയ്യാൻ പറയും. ഇതിനു മുമ്പേ നിങ്ങളൊരു 199 രൂപ ഓൾറെഡി ആഡ് ചെയ്തിരിക്കണം. പിന്നെ അല്ലാതെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. അതവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അതായത് അഡ്വാൻസ് പോലെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് നടത്തുക. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് എമൗണ്ട് ഫസ്റ്റ് യൂളു എടുക്കുമ്പോൾ തന്നെ നമുക്ക് അടയ്ക്കേണ്ടി വരും. 199 രൂപയാണ്. നിങ്ങൾക്ക് ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിരിക്കുന്നു. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങനെ ഫുൾ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂളുവിൽ അൺലോക്ക് പ്രസ് ചെയ്യുക. അൺലോക്ക് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കാൻ കോഡിൻ്റെ ഒരു നിങ്ങൾ അലവ് കൊടുക്കുക, ബ്ലൂടൂത്തൊക്കെ, എന്നിട്ട് സ്കാൻ കോഡ് പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഈ സ്കാൻ കോഡൊന്ന് സ്കാനായി കഴിയുമ്പോഴത്തേക്കും യൂളു ഓൺ ആയിരിക്കും. പിന്നെ സ്റ്റാൻഡ് മാറ്റുക. അതിനായിട്ട് ഈ ഒരു ക്ലിപ്പ് കണ്ടു, ഈ ഒരു ക്ലിപ്പിൽ കാലുകൊണ്ട് ചവിട്ടുമ്പോൾ തന്നെ വണ്ടി സ്റ്റാൻഡ് മാറും. പിന്നെ വണ്ടി റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ വേണം. യൂളു ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഷോർട്ട് റൈഡിനൊക്കെ ഭയങ്കരമായിട്ട് നല്ല ഗുണകരം ചെയ്യുന്നൊരു കാര്യമാണ്. ലോങ് റൈഡ്സിനൊക്കെ അല്ലാതെയുള്ള ആക്ടിവാസ് അങ്ങനത്തെ ഉള്ള ഇതും റെൻ്റൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം. യൂളു എന്താ പറയുന്നത്, ഓടിപ്പോയാൽ മാക്സിമം ഒരു 20 km/h ഒക്കെയാണ് എൻ്റെ സ്പീഡ്. അപ്പോൾ അങ്ങനെ യൂളു റൈഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് 152 റുപ്പീസാണ് വന്നിരിക്കുന്നത്. 1 മണിക്കൂർ 22 മിനിറ്റ് ഞാൻ ഓടിയിട്ടുണ്ട്. പെർ മിനിറ്റ് 2 രൂപ എന്നുള്ള നിരക്കിലാണ് എടുക്കുന്നത്. പക്ഷേ അങ്ങനെ നോക്കുമ്പം വലിയ നഷ്ടമില്ല, കാരണം 21 കിലോമീറ്ററൊക്കെ ഞാൻ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് കുറച്ചും കൂടെ. ഗൈസ് ഞാൻ ഫസ്റ്റൊക്കെ പറഞ്ഞില്ലേ യൂളുവിൻ്റെ ബാക്കിയുള്ള സെറ്റപ്പൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൻ്റെ എന്താണ് ഫീച്ചേഴ്സ് ഞാൻ ഫുള്ളി നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ യൂളു. ഓക്കെ, അപ്പോൾ ഈ ഹെൽമെറ്റ് ഒഴികെ ബാക്കി മൊത്തം ഇതിൻ്റെതാണ്. എന്താ പറയുന്നത്, ബേസിക്കലി ഒരു സൈക്കിള് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇലക്ട്രിക്കാണ്. അതായത് നിങ്ങൾക്കിപ്പം ഷോർട്ട് റൈഡൊക്കെ പോകാനാണെങ്കിൽ ഏറ്റവും നല്ല കംഫർട്ടബിളാണ്. ഒരു ഇവർ പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു 46 to 56 കിലോമീറ്റേഴ്സൊക്കെ ഇവർ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ എന്താ പറയുന്ന പക്ഷേ ആ ഒരു സ്പീഡ് കിട്ടില്ല. നിങ്ങൾക്കൊരു 30 സംതിങ്ങേ കിട്ടുള്ളൂ. ഓക്കെ, 30 km/h ആണ് ഇതിൻ്റെ സ്പീഡ് മാക്സിമം. അതിന് മുകളിലൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് വലിയൊരു സ്പീഡിൽ പോകാൻ പറ്റില്ല. നോർമൽ ഒരു എന്താ പറയുന്ന
ഒരു സൈക്കിൾ ചവിട്ടി പോകുന്നൊരു ഫീലായിരിക്കും ഒരു ആവറേജ്. പിന്നെ എന്താ പറയുന്നു, നിങ്ങൾക്കിപ്പം ഇതല്ല, നിങ്ങൾക്കൊരു വണ്ടിയാണ് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ അങ്ങനത്തെ ഉള്ള എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങളുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി നല്ല വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആക്റ്റീവ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൈഡിങ് ഇതേപോലത്തെ ബൈക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യണം, ബാംഗ്ലൂർ ട്രാവൽ ചെയ്യണം, ഇവിടെ മൊത്തം കറങ്ങി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം അങ്ങനെ സ്പെഷ്യലായിട്ടുള്ളൊരു വണ്ടി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, ബുള്ളറ്റ് ആയാലും R15 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അപ്പോൾ അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഇവിടെ 2-3 ഇതല്ല യൂളു അല്ലാതെ വേറെ 2-3 ഉണ്ട്. ഫോർ എക്സാമ്പിൾ വോഗോ എന്ന് പറഞ്ഞൊന്നുണ്ട്, പിന്നെ ബൗൺസ്, പിന്നെ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി ഇവിടെ നിന്ന് കിട്ടിയ ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരുടെ സർവീസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ ഒരുപാട് ആപ്സ് ഉണ്ട് ഇങ്ങനത്തെ, നിങ്ങൾക്ക് ബൈക്ക് റെൻറ്റൽസിന് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താ പറയുന്ന, പക്ഷേ അതിനനുസരിച്ചുള്ള എമൗണ്ടും കൂടും. ഇപ്പോൾ യൂളോ എന്ന് പറയുമ്പം വളരെ ചീപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ തൽക്കാലം എന്താ പറയുന്നത്, എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഓട്ടോയോ അല്ലെങ്കിൽ ഒരു യൂബറോ വിളിച്ച് അവിടെ ഇവിടെയൊക്കെ പോകുന്നത് അഫ്കോഴ്സ് നഷ്ടമാണ്. ഇപ്പോൾ 2 കിലോമീറ്ററൊക്കെ ഉള്ളതാണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങൾക്ക് അവിടെയൊക്കെ പോകുന്നത് നഷ്ടമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണണമെന്നുണ്ട്. അപ്പം അങ്ങനെ പറ്റുന്നതിന് ബെസ്റ്റ് ഒരു ചോയ്സാണ് യൂളു. അപ്പോൾ ഇത് യൂളിൻ്റെ ഈ ഒരു ബൈക്ക് അല്ലാതെ ഇനിയൊരു സൈക്കിളും കൂടെ ഉണ്ട്. പക്ഷേ ഞാൻ സൈക്കിൾ അധികം കണ്ടിട്ടില്ല, അത് കാണുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പം പിന്നെ ഇതിൽ ഞാൻ വേറെ ഇതിൻ്റെ മെയിൻ സെറ്റപ്പുകൾ കാണിച്ചു തരാം. ഇത് ബെല്ലാണ്. ഓക്കെ, ബെല്ല്. പിന്നെ ഇത് ചിലതിലൊക്കെ കാണുള്ളൂ, ചില യൂളുവിലൊക്കെ അതാണ്ട് ഈ ഫോൺ നിങ്ങൾക്ക്, അതായത് മാപ്പൊക്കെ വെച്ച് ഫോൺ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടായിരിക്കും. ചിലതിൽ ഇതൊന്നും കാണില്ല. ഇത് നിങ്ങൾക്ക് ഫോൺ വെച്ചുകൊണ്ട് മാപ്പ് വെച്ച് നോക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവിടെയുള്ള മിക്ക സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ ആൾക്കാരൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ യൂളൂസാണ് മിക്കവരും. പക്ഷേ അല്ലാതെ സ്വന്തമായിട്ട് വണ്ടി യൂസ് ചെയ്യുന്നവരുമുണ്ട്. കാരണം ഇത് കുറച്ചും കൂടെ എന്താ പറയുക, ചീപ്പ് റേറ്റിൽ അവർക്ക് എല്ലാം മിക്സും. പിന്നെ ഉള്ള ഹോണ്. ഓക്കെ, ഹോണ് വണ്ടി ഓണാക്കിയാലേ ഓണാവും. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ബാറ്ററിയുടെ ഒരിതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴെപ്പോഴും യൂളു ഓണാക്കണമെന്നില്ല. പകരം ഞാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. ഞാനത് വെയിലത്തായതുകൊണ്ട് കുറച്ചും കൂടെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കണ്ട് ഇപ്പോൾ എന്താ പറയുന്നത്, ബാറ്ററി കാണാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോഴെല്ലാം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും. അതാണ്ട് ചിലപ്പോൾ ഇവിടെ സ്കാൻ കോഡ് ഉണ്ടല്ലോ, ഈ സ്കാൻ കോഡ് ഒന്നുകിൽ നേരെ സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ സ്കാൻ കോഡ് ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇതാ ഇവിടുത്തെ നമ്പറുണ്ട്, ഈ നമ്പർ അതിൻ്റെ താഴെ ആപ്പിൽ അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി ബാറ്ററി ചെക്ക് ചെയ്യുന്ന കാര്യം, ഈ ബാറ്ററി നിങ്ങൾ എപ്പോഴെപ്പോഴും യൂളു സ്കാനർ യൂസ് ചെയ്ത് എപ്പോഴെപ്പോഴും നിങ്ങൾ ഓണാക്കണമെന്നില്ല. അതുകൊണ്ട് സീറ്റ് ഉണ്ടല്ലോ, ഇതിൽ നല്ല രീതിയിൽ അമർത്തി പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതാ വന്നുണ്ട് 2 കട്ട. ഓക്കെ, അപ്പോൾ അമ്മച്ചി സംസാരിക്കുകയും ചെയ്യും. ഓക്കെ, ശരി. എന്താ പറയുക, ബാറ്ററിയൊക്കെ ചെക്ക് ചെയ്യാനാണെങ്കിൽ ഇതാണ് ഏറ്റവും കൂടുതൽ എളുപ്പ വഴി. എന്നും പറഞ്ഞുകൊണ്ട് സീറ്റിനെ അടിച്ചിളക്കി കളയരുത്, അതിനുള്ള പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ബാറ്ററി കാണാൻ പറ്റും. എപ്പോഴും ബാറ്ററി ചെക്ക് ചെയ്യുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. യൂളുവിൽ എപ്പോഴും ബാറ്ററി ചെക്ക് ചെയ്യണത്, കാരണം 3 കട്ട ഉണ്ടെങ്കിൽ മാക്സിമം എടുത്തുകൊണ്ട് പോകാൻ നോക്കത്തുള്ളൂ. അല്ല 2 കട്ട നിങ്ങൾക്ക് നിയർ ബൈ ആണ്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ 2 കട്ടയിലൊക്കെ സുഖമായിട്ട് പോകും, കുഴപ്പമൊന്നുമില്ല. പിന്നെ മാക്സിമം ഞാൻ പറയുന്നത് ഒരു 3 കട്ടയൊക്കെ ഉള്ളത് ബാറ്ററി നോക്കി എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം 2 കട്ടയിൽ പോവുക. ഓക്കെ, അപ്പം ഇതാണ് യൂളുവിൻ്റെ റിവ്യൂ. പിന്നെ നിങ്ങൾ ആക്റ്റീവ് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ വോഗോ, ഇപ്പോൾ വോഗോയുടെ ഞാൻ റിവ്യൂ എടുത്തിടാം. വോഗോ ഞാൻ യൂസ് ചെയ്ത് നോക്കി, അപ്പോൾ എനിക്ക് കുറച്ച് കൊള്ളാം, നല്ലൊരു സർവീസാണ്. പക്ഷേ കുറച്ച് ഡിഫോൾട്ട്സ് ഉണ്ട്. ഓക്കെ, ഞാൻ അതുകൊണ്ട് വോഗോ ഒന്നും കൂടി ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നതായിരിക്കും.